ഗുഡ് മോർണിംഗ് എവരി വൺ. സോ നമ്മളുടെ കുറച്ച് എൻട്രി പോർഷൻ നമുക്ക് കിട്ടിയിട്ടില്ല, മിസ്സായിപ്പോയി. പക്ഷേ എങ്കിലും നമുക്ക് ആ എൻട്രിക്കുള്ള റീസൺസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ എൻട്രി പോയിൻറ്റ്സും എന്തുകൊണ്ട് നമ്മൾ എൻട്രി എടുത്തു, നമ്മൾ എത്ര ടാർഗറ്റിൽ എത്ര വെച്ചിരുന്നു, സ്റ്റോപ്പ് ലോസ് എത്രയാണ് വെച്ചിരുന്നത്, അതെല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എൻട്രിക്കുള്ള റീസൺ എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടിയിരുന്നത്. നോക്കാം, ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് നമുക്ക് കിട്ടിയിരുന്നത്. സോ അതുകൊണ്ട് തന്നെ റീറ്റെയിൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആകും അവിടെ. അതുകൂടാതെ നമുക്ക് 53,000 ലെവലിൽ നിന്ന് ക്രോസ് ചെക്ക് ചെയ്ത് വരുമ്പോൾ റീറ്റെയിൽ സെല്ലേഴ്സ് അവിടെ ആക്റ്റീവ് ആകും. അതുപോലെ 52,907 സപ്പോർട്ട് റേഞ്ചാണ്, അതുകൂടിയാകും. അതുകൂടാതെ റീറ്റെയിൽ സെല്ലേഴ്സിൻ്റെ സെല്ലിംഗ് പാറ്റേൺ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റീറ്റെയിൽ സെല്ലേഴ്സ് ഇവിടെ ആക്റ്റീവ് 52,907 നോക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് റീറ്റെയിൽ സെല്ലേഴ്സിനെ ഇവിടെ ആക്റ്റീവ് ആക്കുന്നുണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ടും ഇവിടെ അവരുടെ എല്ലാം സ്റ്റോപ്പ് മുകളിലേക്ക് അവൈലബിൾ ആയിരിക്കും. ഇതാണ് നമ്മുടെ ബേസിക് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ നമ്മളിത് ഫോളോ അപ്പ് എടുത്ത് നമ്മളത് അപ്സൈഡിൽ നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തിരുന്നത്. ദെൻ നമുക്ക് ഓൾമോസ്റ്റ് ഇത്രയും പോയിൻറ്റ് കിട്ടിയില്ല, ഏകദേശം 70 പോയിൻറ്റ്സ് അടുപ്പിച്ച് നമ്മൾ പോയിൻറ്റിൽ എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. കാരണം നമുക്ക് ഓൾമോസ്റ്റ് അത്ര കോൺഫിഡൻറ്റ് നമുക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷേ എങ്കിലും നമുക്ക് ഓൾമോസ്റ്റ് 53,000 കോളം എടുത്തിരുന്നത് അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് നമുക്ക് ലഭിച്ചിരുന്നു. ദെൻ കുറച്ചുകൂടി നമുക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു, പക്ഷേ നമുക്ക് അധികം റിസ്ക് എടുക്കാൻ നമുക്ക് തോന്നിയില്ല. കാരണം നമുക്ക് അത്രയും കോൺഫിഡൻ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള നമ്മളൊരു സ്ട്രാറ്റജി പ്രകാരം നമ്മൾ അവിടെ എക്സിറ്റ് എടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇതാണ് നമ്മൾ എൻട്രി പോയിൻ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ 53,000 എൻട്രി എടുത്തു. നമുക്ക് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ റൂട്ട് തന്നെ 70 പോയിൻറ്റ്സ് പ്ലസ് നമുക്ക് അവിടെ കിട്ടിയതിന് ശേഷം നമ്മളവിടെ എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. കാരണം നമുക്ക് ഇനഫ് കോൺഫിഡൻറ്റ് അവിടെ ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി. ഓൾമോസ്റ്റ് നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് ഓൾമോസ്റ്റ് നമ്മുടെ മൂവ് ചെയ്തു, പ്രീമിയം അതുപോലെ മൂവ് ചെയ്തത് മാത്രമേ ഉള്ളൂ. നിഫ്റ്റിയും അതുപോലെ തന്നെ. കാരണം ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്, ദെൻ കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ ട്രെൻഡ്, റീറ്റെയിൽ സെല്ലേഴ്സ് അവിടെ ആക്റ്റീവ് ആകുന്നുണ്ട്. നമ്മളുടെ എൻട്രി പോയിൻറ്റ് ഇതിന് താഴെ നമുക്കിവിടെ ബൈയിങ് എൻട്രി നമുക്കിവിടെ സെറ്റ് ചെയ്തു നമ്മൾ. സോ ഇതായിരുന്നു നമ്മൾ എൻട്രി പോയിൻറ്റും പിന്നെ ക്ലോസിംഗ് പ്രൈസ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ നമുക്ക് എപ്പോഴും ട്രേഡിംഗ് ഒരു പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം, അത് വെച്ച് മാത്രം ട്രേഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോഴത്തെ എനിക്ക് ഇത്ര തന്നെ വീഡിയോകൾ നിങ്ങൾ പറയാനുള്ളൂ. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ.